ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കിടിലൻ മീനച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു അച്ചാറാണിത്. ചോറിനൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു മീനച്ചാറ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചൂരയാണ്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. ചതച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക, അതാണ് കൂടുതൽ ഫ്ലേവർ മീനിലേക്ക് ഇറങ്ങാൻ നല്ലത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഇത് പൊരിക്കാൻ എടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇതിലേക്ക് ചൂരയുടെ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഈ മീന് ചൂരയെന്നാട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട, ജസ്റ്റ് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നാൽ മതിയാകും. ഇതിന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ആയി വന്നാൽ മതിയാകും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം. മീൻ പൊരിച്ച അതേ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരു 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്ത് വരണം. എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടി എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊടിയുടെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ നന്നായി ഒന്ന് വഴറ്റിയാൽ മതിയാകും. ഇതിലേക്ക് ഇനി 3 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാം. നിങ്ങൾക്ക് കുറച്ച് അധികം ഗ്രേവി വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വിനാഗിരി എടുക്കാം. എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മീനച്ചാറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനൊരു 3 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ചൂരയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരപ്പെല്ലാം നന്നായിട്ട് ചൂരയിൽ പിടിക്കണം. ഇതിപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞെടുക്കുന്നതാണ് ഈ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. വിദേശത്തൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ സൂപ്പർ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.